അങ്ങനെ നമ്മുടെ വൈദ്യക്ക് ബ്ലഡിന്റെ ആവശ്യം വരുന്നുണ്ട്. ഡോക്ടർ പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ 2 യൂണിറ്റ് ബ്ലഡിന്റെ ആവശ്യമുണ്ട്. 1 യൂണിറ്റ് തൽക്കാലം ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുക്കാം, പക്ഷേ 1 യൂണിറ്റ് നിങ്ങൾ തന്നെ സംഘടിപ്പിക്കേണ്ടി വരും. അത് പിന്നെ ഡോക്ടർ എത്ര രൂപയായാലും സാരമില്ല, ബാക്കിയും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് രാജീവൻ ചോദിക്കുമ്പം, അയ്യോ ഇവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കാറാണ് പതിവ്, പിന്നീട് റിലേറ്റീവ്സ് അത് എത്തിച്ചേരാറുണ്ട്. പക്ഷേ ഇവിടെ 1 യൂണിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കഴിവതും വേഗം തന്നെ ബ്ലഡ് എത്തിക്കാൻ ശ്രമിക്കണം എന്നും പറഞ്ഞിട്ട് അവർ പോവാണ്. വൈജയുടേത് റെഡ് ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എവിടെ നൊപ്പിക്കുന്നറിയാതെ രാജീവനും ശിവനും കൂടി നിൽക്കുകയായിരിക്കും കേട്ടോ. അപ്പൊ ഇവരെല്ലാരും കൂടി പലരെയും വിളിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിലും എവിടെയും തന്നെ ബ്ലഡ് അത്രയും കിട്ടാനില്ല. അത് മാത്രമല്ല, ഏകദേശം അരമണിക്കൂറിനുള്ളിൽ വൈജയ്ക്ക് ഒരു ഓപ്പറേഷൻ കൂടി ഉണ്ട് കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ആ ബ്ലഡ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരാകെപ്പാടെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനാണെങ്കിലോ മനുവിനോട് പറയുന്നുണ്ട്, നിന്റെ അറിവിൽ ആരെങ്കിലും ആ ബ്ലഡ് ഗ്രൂപ്പിലുള്ളവരുണ്ടോ എന്ന് ചോദിക്കുമ്പം, ഇല്ല, എൻ്റെ അറിവിൽ ആരുമില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും എല്ലാവരും എറണാകുളത്തല്ലേ, ഇങ്ങോട്ടേക്ക് എത്താൻ അത്ര ദൂരം എത്തും, ആരൊക്കെ ഉണ്ട് വിളിച്ചന്വേഷിച്ചാലും അവർ പറഞ്ഞെങ്കിൽ എങ്ങനെ പോയാലും 2 മണിക്കൂർ എത്തും, അരമണിക്കൂറിൽ ഓപ്പറേഷൻ നടത്തേണ്ടതല്ലേ, ഇനിയിപ്പോ ബ്ലഡിന് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അലീന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? അത് പിന്നെ ഓ നെഗറ്റീവാ വൈജയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ്. അയ്യോ എന്റെയും ഓ നെഗറ്റീവാ മനുവേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോ ബാലചന്ദ്രൻ പറയാണ്, ആഹാ അത് കൊള്ളാലോ, നിന്നോട് ചോദിക്കാൻ ഞങ്ങൾ മറന്നുപോയി, എന്തായാലും അമ്മയുടെ സ്വന്തം ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണല്ലോ മോക്കും, അത് നല്ല കാര്യമായി എന്ന് പറയാണ്. ബാലചന്ദ്രൻ അപ്പോഴേക്കും അലീനയും കൂട്ടി ഡോക്ടർ അടുത്തേക്ക് പോകാൻ കണ്ടിട്ട് ഇവരും പിന്നാലെ തന്നെ കയറി ചെല്ലാണ്. ഡോക്ടർ, ഇത് എൻ്റെ മകളാ, ഈ പെൺകുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവാണ്, ഇവളുടെ ബ്ലഡ് എടുക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പം, സാധാരണ പെൺകുട്ടികളുടെ ബ്ലഡ് ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, പിന്നെ അവസാന നിമിഷം ഒന്നും വയ്യാതെന്നാൽ മാത്രമേ അത് സ്വീകരിക്കാറുള്ളൂ, കുട്ടിക്ക് ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ, എന്തായാലും കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്യണം, അതിനുശേഷം മാത്രമേ ബ്ലഡ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. ബോഡി വീക്കാണെങ്കിൽ ബ്ലഡ് എടുക്കില്ല എന്നും പറയുന്നുണ്ട്. അലീന പറയാണ്, എന്തൊക്കെ സംഭവിച്ചാലും സാരമില്ല, ബ്ലഡ് ആന്റിക്ക് കൊടുക്കണം, മാഡത്തിന് കൊടുക്കണം, അത് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ജീവൻ വെച്ച് പരീക്ഷിക്കാറുള്ളൂ, അതുകൊണ്ട് കുട്ടിയുടെ ബോഡി അതിന് സമ്മതിക്കാണെങ്കിൽ മാത്രമേ ഞങ്ങളത് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോഴേക്കും രാജീവൻ പറയാണ്, അത് വേണ്ട, ഈ പിഴച്ചവളുടെ ബ്ലഡ് എൻ്റെ പെങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ പറയാണ്, മിണ്ടിപ്പോവരുത്, ഇത് ഹോസ്പിറ്റലാണെന്നും ഞാൻ ഓർക്കില്ല, എൻ്റെ മകളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ അടിച്ച് പല്ലി ഞാൻ വായിലിടും എന്ന് പറയാണ്. ശിവൻ പറയാണ്, ഡോക്ടർ അത് ഞങ്ങളുടെ പെങ്ങളാ, അവൾക്ക് ഇവളുടെ ബ്ലഡ് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അവളിപ്പോ ഈ കിടപ്പ് കിടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ദേ നിൽക്കുന്നവളാ, അതുകൊണ്ട് ഒരു കാരണവശാലും ഇവളുടെ ബ്ലഡ് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെ പറയാണ്. അപ്പോ ഡോക്ടർ പറയാണ്, നിങ്ങളിങ്ങനെ പരസ്പരം മാറി മത്സരിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? അല്ല, നിങ്ങളോട് ആ ബ്ലഡ് ഗ്രൂപ്പ് സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ സംഘടിപ്പിച്ചോ? അപ്പൊ രാജീവ് ശിവനെ പറയാണ്, അത് റെയർ ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ, അതുകൊണ്ട് തന്നെ എവിടെയും കിട്ടാനില്ല, കുറെ പേര് ചോദിച്ചപ്പം അവർക്കൊക്കെ ഉണ്ട്, പക്ഷെ അവരെല്ലാം ഇവിടെ ഉള്ളവരല്ല, ഒരുപാട് ദൂരെയുള്ളവരാ. ഡോക്ടർ പറയുന്നുണ്ട്, അടുത്ത അരമണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ആളുടെ ജീവന് തന്നെ ആപത്താവും, അത്രയും പെട്ടെന്ന് ബ്ലഡ് സംഘടിപ്പിക്കണം, അതുകൊണ്ടിപ്പോ ഈ കുട്ടിയാണെങ്കിൽ അത് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയാണ്, വേണ്ട, ഇവളുടെ ബ്ലഡ് സ്വീകരിച്ചാണ് എൻ്റെ പെങ്ങളെ ജീവിക്കുന്നെങ്കിലേ അതറിഞ്ഞ നിമിഷം അവൾ ആത്മഹത്യ ചെയ്യും എന്ന് പറയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയാണ്, ഡോക്ടർ അതെന്റെ വൈഫാണ്, ഇവരെക്കാളിലും കൂടുതൽ എൻ്റെ വൈഫിന്റെ കാര്യത്തിൽ അവകാശമുള്ളത് എനിക്കാണ്, പിന്നെ ഇതെന്റെ ദത്തുപുത്രിയാ, അതുകൊണ്ടാ ഇവർക്കെല്ലാം ഇത്രയ്ക്ക് ദേഷ്യം ഈ കുട്ടിയോട്, ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചാൽ മതി, ഞാൻ എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് തരാം, അവൾക്ക് ഇവളുടെ ബ്ലഡിന് കൊടുത്താൽ മതി എന്ന് പറയുമ്പോഴേക്കും രാജീവിനും ശിവനും കൂടി ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും മനു 2 പേരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളുടെ ജീവനാണോ വലുത്, അത് നിങ്ങളുടെ വാശിയാണോ വലുത്? അപ്പൊ രാജീവൻ പറയാണ്, മനു നീ ഇതിൽ ഇടപെടണ്ട, നിനക്കറിയാലോ വൈജ എങ്ങനെ എണീച്ചാലേ ഈ സംഭവം പറഞ്ഞാൽ അവൾ ആ നിമിഷം ആത്മഹത്യ ചെയ്യും, അവൾ അത്രത്തോളം ഇപ്പോൾ അലീനെ വെറുക്കുന്നുണ്ട്, അലീനെ കാരണമാണ് അവൾക്ക് ഈ ആപത്ത് സംഭവിച്ചത് പോലും, അവൾ ഈ ഒരു അവസ്ഥയിൽ കിടന്നിട്ട് ഇവളുടെ ബ്ലഡ് എങ്ങാണ്ട് സ്വീകരിച്ചെന്ന് അറിഞ്ഞാലേ പിന്നീട് ഇല്ലാത്ത കോലാഹലം ഉണ്ടാക്കും, അതുകൊണ്ട് അത് വേണ്ട, അല്ലെങ്കിൽ തന്നെ ആ പിഴച്ചവളുടെ ബ്ലഡ് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ദേഹമൊക്കെ കോരിത്തരിക്കുന്നു എന്ന് പറയാണ്. എന്റെ പൊന്നെങ്കിലെ ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, എത്രയും പെട്ടെന്ന് വൈജാനിയുടെ ഓപ്പറേഷൻ നടത്തണം, ആ ജീവൻ രക്ഷിക്കണം, അതിനിപ്പോ അവളുടെ ബ്ലഡ് ആണെങ്കിൽ അതങ്ങ് സ്വീകരിച്ചാൽ പോരെ എന്ന് പറയുമ്പം അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാണ്.
അപ്പൊ മനു പറയുന്നുണ്ട്, എന്നാ ശരി, രണ്ടുപേരും പുറത്തേട്ട് പോയിട്ട് വാ, പോയിട്ട് എവിടുന്നെങ്കിലും ആ ബ്ലഡ് സംഘടിപ്പിച്ചോണ്ട് വാ. ഓപ്പറേഷൻ തൊട്ടു മുമ്പായിട്ടാണെങ്കിലും നിങ്ങൾ ബ്ലഡ് കൊണ്ടുവരാണെങ്കിൽ അലീനയുടെ ബ്ലഡ് അല്ലാതെ അയാളുടെ ബ്ലഡ് സ്വീകരിക്കാം, പറ്റുമോ എന്ന് ചോദിക്കുമ്പം രാജീവൻ പറയാണ്, വാ ഏട്ടാ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോകുന്നുണ്ട്. മനു പറയാണ്, തൽക്കാലം രണ്ടുപേരെയും ഞാൻ ബ്ലഡ് അന്വേഷിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ബ്ലഡും കൊണ്ട് വരാണെങ്കിൽ അലീനയുടെ ബ്ലഡ് സ്വീകരിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അവരെന്തായാലും അരമണിക്കൂറിൽ വരാൻ പോണില്ല എന്ന് പറയുമ്പം ബാലചന്ദ്രൻ പറയാണ്, വന്നാലും രണ്ടിനെ ഇനി പരിസരത്തോട്ട് കയറ്റില്ല. എന്റെ പൊന്നങ്ങളെ, എത്രയും പെട്ടെന്ന് അവളെ ടെസ്റ്റിന് അയക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അലീനനെ ആ ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടി അയക്കാൻ കേട്ടോ. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം വന്നതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് കൊടുക്കാം, പക്ഷെങ്കിൽ ബോഡി കുറച്ച് വീക്കാണ്, എങ്കിലും സാരമില്ല. ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ പറയുന്ന കുറച്ച് ഫുഡും ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും ഇപ്പോൾ ടൈം കറക്റ്റായി. ബ്ലഡ് കൊടുക്കാൻ തയ്യാറല്ലേ മോളെ ചോദിക്കുമ്പം 100 വട്ടം ഞാൻ തയ്യാറാ, എൻ്റെ മേഡം ഒന്ന് ജീവിച്ച് കണ്ടാൽ മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സ്വന്തം അമ്മയ്ക്ക് നമ്മുടെ അലീന ബ്ലഡ് കൊടുത്തിരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ വൈജയന്തി നല്ല മയക്കത്തിലാണ് കേട്ടോ. ഇതേസമയം പുറത്തുപോയ രാജീവനും ശിവനുമാണെങ്കിൽ ബ്ലഡ് സംഘടിപ്പിക്കാൻ സാധിച്ചില്ല. അവർ തിരിച്ചു കയറി വരുന്നുണ്ട്. എന്താ ഞങ്ങളെ ബ്ലഡ് കിട്ടിയോ അച്ഛാ, എന്തായി സംഘടിപ്പിച്ചോ? അപ്പം രണ്ടുപേരും മിണ്ടാതിരിക്കാണ്. രണ്ടുപേരെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി കിട്ടിയില്ലെന്ന്. അലീന എന്തായാലും ആടെ ബ്ലഡ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ രണ്ടുപേരും ഒന്ന് അടങ്ങിയിരിക്കുവാണെങ്കിലേ കുറച്ച് ഉപകാരമായിരുന്നു. വൈജി ആൻറ്റി ഇപ്പൊ അൺകോൺഷ്യസിലാണ്, അതുകൊണ്ട് അവർക്ക് കുറച്ച് സ്വസ്ഥത കൊടുക്ക് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. രാജീവനും ശിവനും ആകപ്പാടെ നാണം കെട്ട് അവിടെ കസേരയിലിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അലീന അവിടെ ബ്ലഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം വൈജിയുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇറങ്ങി വന്നതിന് ശേഷം അലീനയ്ക്ക് കുറേ ഫുഡും അതുപോലെ ജ്യൂസും എല്ലാം തന്നെ ഡോക്ടർ കൊടുക്കാൻ പറയുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ നമ്മുടെ മനു പോയി എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് ഇവക്ക് കൊടുക്കുന്നുണ്ട്. ഇവളെ ഇങ്ങനെ മനു കെയർ ചെയ്യുന്നതും ഒക്കെ കാണുമ്പോഴേക്കും നമ്മുടെ ശിവൻ രാജീവോട് പറയാണ്, ഈ പോക്ക് അത്ര ശരിയല്ലല്ലോടാ. അതെ, ഞാനൊന്ന് ആലോചിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അവളെ മകളായിട്ട് ഏറ്റെടുത്തു, പക്ഷെ അയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം. ഇപ്പൊ മനുവിന്റെ അവസ്ഥ കണ്ടില്ലേ, അവനും അവളുടെ പിന്നാലെയാ. കൈവശം കൊടുത്ത് ആൾക്കാരെയൊക്കെ മയക്കുന്ന സ്വഭാവം അവളുടെ എന്ന് പറയാണ്. അത് നീ പറഞ്ഞത് ശരിയാ. ഇപ്പം മനുവിനെ അവളെ കെട്ടിയാൽ കൊള്ളാന്നുണ്ട്, അതുകൊണ്ടാണല്ലോ അവളുടെ പിന്നാലെ തന്നെ അവനിങ്ങനെ ചുറ്റിത്തിരിയുന്നത് എന്ന് പറയുമ്പം അത് ഏട്ടൻ പറഞ്ഞത് ശരിയാ എന്ന് പരസ്പരം രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എങ്ങാണം അവളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടായെന്നെങ്ങനെ അറിഞ്ഞാലേ ആ നിമിഷം അവളെ ആരും അറിയാതെ എസ്റ്റേജിൽ കൂടെ കുഴിച്ചു മൂടിയിടണം എന്ന് പറയുന്നുണ്ട്. അത് ശരിയാ, പിന്നെ ആർക്കും അവളുടെ പൊടി പോലും കിട്ടില്ല. വരട്ടെ, നമ്മുടെ വൈജയുടെ ജീവിതത്തിൽ അവളുടെ ഇൻവോൾവ്മെന്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷമല്ലേ അവളെ കൊല്ലുന്ന കാര്യമൊക്കെ. കൊന്നാലും നമ്മൾ ജയിലിൽ പോയാലും സാരില്ല, ഇനി അവളെ ഭൂമിക്ക് വെളി വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്ന് തന്നെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ. സ്വന്തം പെങ്ങളുടെ കുട്ടിയാണെന്ന് പോലും അറിയാതാണ് അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ വൈജയ്ക്ക് ബോധമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ കൃഷ്ണമോളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബബിതയും രോഹിത്തും വരികയാണ്. രോഹിത്തും ബബിതയും വന്നിട്ട് ശിവനോടും അതുപോലെ തന്നെ നമ്മുടെ രാജീവനോട് ചോദിക്കുന്നുണ്ട്, അങ്ങളെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പം പറയാറൊന്നും ആയിട്ടില്ല. ഓപ്പറേഷനൊക്കെ ഇപ്പൊ കുറെ കഴിഞ്ഞു, ഇനി എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. എത്ര കാലം നിങ്ങളുടെ അമ്മ അവിടെ കിടക്കുന്നു അറിയില്ല. അതിനെല്ലാം കാരണക്കാരി നിൽക്കുന്നവൾ ഒറ്റ എഴുത്തിയാ. അപ്പൊ കൃഷ്ണ പോയി അലീനടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ബബിത പറയാണ്, ഈ കൃഷ്ണയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് അറിയില്ല. അവളുടെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് പോലും അവളാണെന്ന് മനസ്സിലാക്കിയിട്ടും അവൾക്ക് ഇപ്പോഴും അവളെ മതി. അലീനാനെ എപ്പോഴും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ തന്നെ നടക്കാണ്. മനുവേട്ടനും അങ്ങനെ തന്നെയാ. അപ്പോ രാജീവ് പറയാണ്, അതിനെക്കുറിച്ചാ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അവള് കൈവശം കൊടുക്കാനേ മിടിക്കുക. നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൾ വശത്താക്കാനേ അവളിങ്ങോട്ട് വരട്ടെ, അവളുടെ 32 പല്ലും അടിച്ച് തറയിലിടിഞ്ഞാൽ എന്നൊക്കെ ഇവര് പറയാൻ കേട്ടോ. അങ്ങനെ വൈജയനെ കാണാൻ വേണ്ടി ഡോക്ടർ അനുവദിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ കയറിയിട്ട് വൈജയനെ കാണാൻ കേട്ടോ. ഈ സമയത്ത് അലീന കയറാൻ പോകുമ്പോൾ രാജീവൻ ചോദിക്കാണ്, എങ്ങോട്ടാടി നീ തള്ളിക്കയറി അങ്ങോട്ട് പോണത്? അങ്ങോട്ട് ഇറങ്ങി നിൽക്കടി എന്ന് പറയാണ്. ഈ സമയം മനു പറയുന്നുണ്ട്, ശരി നിങ്ങളെല്ലാം കണ്ടിറങ്ങ്, ലാസ്റ്റ് ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞ് അലീനയും കൂട്ടി മനു വാതിക്കെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രനും പിന്നാലെ തന്നെയുണ്ട്. ഇവരെല്ലാം കയറി കാണട്ടോ. ബബിതയും രോഹിത്തും എല്ലാവരും കയറിയിട്ട് അവിടെ കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും ഇറങ്ങിപ്പോവാണ്. മനു പറയാണ്, നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ, ഇനി എനിക്കും അലീനയ്ക്കും അങ്കിളിനും കയറാലോ. അപ്പൊ രാജീവ് പറയാണ്,
അറിയാടാ, നിന്റെയൊക്കെ പ്ലാനിങ് എന്താണെന്ന് അറിയാം. ഇവളെ പഠിച്ച് കള്ളിയാ, എല്ലാരെയും മയക്കാനെ ഇവളെ മിടിക്കുക എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയാണ്, ദേ ഇതൊരു ഹോസ്പിറ്റലാണെന്നും ഞാൻ നോക്കില്ല, എന്റെ തനി സ്വരൂപം ഇവിടെ ഇറക്കിക്കയരുത് എന്നും പറഞ്ഞ് നമ്മുടെ ബാലേന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇവരൊന്നും മിണ്ടാതെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അലീനയും കൂട്ടി മനുവും ബാലേന്ദ്രനും അകത്തേക്ക് കയറിപ്പോന്ന് കാണുമ്പം രാജീവും പറയാണ്, എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് എവിടെയൊക്കെയോ മണക്കുന്നുണ്ട്. ശിവൻ പറയാണ്, അതെ ഞാൻ പറഞ്ഞില്ലേ, ആ ആഗ്രയിലെ കഥകളൊക്കെ ഇവൻ അറിഞ്ഞ മട്ടുണ്ട്. പക്ഷേ ആഗ്രയും അലീനയുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഇവനിപ്പോ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതിന് കാരണം ആഗ്രയിലെ കേസ് തന്നെയാണോന്ന് എനിക്ക് നല്ല ഡൗട്ടാ. അത് മാത്രമല്ല, പല സമയത്തും അവളെ കുത്തി സംസാരിക്കാനാണെന്നാ അവള് പറഞ്ഞത്. നമ്മളെല്ലാം കൂടി അവനെ ചതിച്ചു എന്ന് അവൻ എത്ര വട്ടം പറഞ്ഞു. അതിനർത്ഥം അത് തന്നെ ആയിക്കൂടെ? പക്ഷെ ലീക്ക് ആവാന് ഒരു വഴിയില്ല. പിന്നെ എന്താ സംഭവിച്ചേ? ഈ അലീനടക്ക് എവിടെ നിന്ന് കയറി വന്നു? അച്ഛനും ആ ഒരു ബ്രിജിത്ത എന്ന് പറഞ്ഞ ആ സ്ത്രീയുമായിട്ട് എന്താ ബന്ധം? സ്നേഹനികേതമായിട്ടുള്ള ബന്ധം എന്താ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങോട്ടും ഒരു എത്തുപിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഒരു പരസ്പരം പറഞ്ഞുകൊണ്ട് നിൽക്കാണ് കേട്ടോ. ബബിതയും കൃഷ്ണമോളും രോഹിത്തും ഒക്കെ തിരികെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ബബിതയും കൃഷ്ണയും ഇവിടെ നിൽക്കട്ടെ, വൈജയന്തിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാല് പെൺകുട്ടികൾ വേണ്ടേ? അപ്പൊ ബാലചന്ദ്രൻ പറയാണ്, അതിന് അലീനയുണ്ടല്ലോ, എന്നിട്ട് ഇവരെന്തെടുക്കാനാ? അലീനയ്ക്കാകുമ്പോ ഇതുപോലുള്ള ആൾക്കാരെ കയറിയത് നല്ല ശീലമുണ്ട്, അതുകൊണ്ട് അവള് വന്നോളൂ. അപ്പൊ രാജീവൻ പറയാണ്, എന്താ ബാലേന്ദ്ര, മനഃപൂർവ്വം നീ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണോ? അവളിപ്പോ ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താ? വൈജയെ ഏറ്റവും അധികം വെറുക്കുന്നത് അവളെയാണെന്ന് നിനക്കറിയാലോ, എന്നിട്ട് മനഃപൂർവ്വം നീ അവളുടെ പകരം വീട്ടുമല്ലേ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയാണ്, ഇതൊക്കെ ഒരു പകരം വീട്ടലാണോ? അവൾ മരിക്കാൻ പാടില്ല, അവൾ ഇനി അനുഭവിക്കാനുണ്ട്. എനിക്കും കുറെ ചോദിക്കാനും പറയാനും എല്ലാം ഉണ്ട്. അതെല്ലാം പറഞ്ഞിട്ട് എല്ലാം അറിഞ്ഞിട്ടേ അവളെ ഞാൻ മരിക്കാൻ വിടുകയുള്ളൂ, അല്ലാതെ അവളെ ഞാൻ ചാവാൻ വിടില്ല. അലീന തന്നെ അവൾക്ക് കൂട്ടായിട്ട് ഇവിടെ നിൽക്കും. ഈ ബാലചന്ദ്രനും ഇവിടെ തന്നെ കാണും. അവളെ വീട്ടിലേക്ക് പോയപ്പോഴാണല്ലോ എല്ലാവരും കൂടി പോയി അവളെ നാടുകടത്താൻ ശ്രമിച്ചത്. അവളെ പൂച്ചയും പട്ടിയൊന്നുമല്ല കൊണ്ട് കളയാനായിട്ട് ആ ഒരു ഓർമ്മ വേണം. ഈ ബാലചന്ദ്രന്റെ മകളാ, ആ ഒരു ഓർമ്മ എല്ലാവർക്കും വേണം എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും രാജീവൻ ചോദിക്കാണ്, ശരി ഞങ്ങൾ സമ്മതിച്ചു. അല്ല, ഞങ്ങൾ നിന്നെ ചതിച്ചു എന്ന് നീ കുറെ പ്രാവശ്യം പറഞ്ഞല്ലോ. ഞങ്ങൾ എന്ത് ചതിയാ നിന്നോട് ചെയ്തത്? നീയല്ലേ ഇപ്പൊ ഞങ്ങളെല്ലാം ചതിച്ചത്? എവിടുന്നോ 10-22 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൂടെ വന്നിട്ട് അത് നിന്റെ മകളാണെന്ന് നീ പറയുന്നുണ്ടല്ലോ. അതിന്റെ സത്യം എന്താണെന്ന് ഞങ്ങൾക്കറിയണം. ആ ബ്രിജിതാമ്മയും സ്നേഹനികേതമായിട്ടുള്ള നിന്റെ ബന്ധം എനിക്കറിയണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയാണ്, ആ ബന്ധം എന്താണെന്നും അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കഥ എന്താണെന്നൊക്കെ അറിഞ്ഞാലേ നീയൊക്കെ നാറും. ഇവിടെ നിന്ന് നിനക്ക് നിൽക്കാൻ പറ്റില്ല. വലിയ തറവാട്ടുകാരാണല്ലോ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഉരുകും എന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. രാജീവ് പറയാണ്, കണ്ടോ ഏട്ടാ, അവൻ എന്തൊക്കെയോ സംശയം വെച്ചാ പറയുന്നത്. ശിവൻ പറയാണ്, അതാ ഞാൻ പറഞ്ഞത്, എനിക്കെന്തോ അവന്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. ഇവൻ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. ആഗ്രയിലെ കാര്യങ്ങൾ ഇവൻ എന്തൊക്കെയോ മനസ്സിലാക്കി. പക്ഷേ ഇതിനിടയ്ക്ക് അലീന എവിടെ നിന്ന് വന്നാ മനസ്സിലാവാത്തത്? ഇവന്റെ കുട്ടിയാണെന്ന് പറയുന്നു, പക്ഷേ അങ്ങനൊരു സംഭവം അതുണ്ടായിട്ട് നമുക്കറിയില്ലല്ലോ എന്നും പറഞ്ഞ് ഇവര് സംശയത്തോടെ നിൽക്കായിരിക്കും. നമ്മുടെ അലീനയാണെങ്കിലോ തൻ്റെ അമ്മേനെ കുറച്ചു നേരമെങ്കിലും സ്വന്തമായിട്ട് കിട്ടിയ സന്തോഷത്തിലാണ്. വൈജയാണെങ്കിൽ നല്ല കോമാ സ്റ്റേജിലാണല്ലോ. ആ സമയത്ത് അലീനയാണെങ്കിലോ അവളുടെ നെറ്റിക്കൊക്കെ തടവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളുടെ നെറ്റിക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ്. രാജീവനും ശിവനും കൂടി ഇവളെ വാച്ച് ചെയ്യാനായിട്ട് പതിയെ ഡോർ തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അലീന വൈജയുടെ നെറ്റിക്ക് ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ നെഞ്ചത്ത് കിടക്കുന്നുണ്ട്. എന്നിട്ട് അവൾ കിടന്ന് പൊട്ടിക്കരയാണ്. അതിനുശേഷം പോയിട്ട് അവളുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പം ഇവരുടെ മനസ്സിൽ വീണ്ടും സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ശിവൻ പറയാണ്, അവൾ കാണിച്ചത് കണ്ടോ, അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു, അവളുടെ നെഞ്ചത്ത് കിടക്കുന്നു, അവളുടെ കാലുപിടിച്ച് മാപ്പ് പറയുന്നു. ഇതിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് മണക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അല്ല, ബ്ലഡ് കൊടുത്തത് കണ്ടില്ലേ, രണ്ടുപേരുടെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പാ. എന്റെ ബലമായ സംശയം ഇനിയിപ്പോ വൈജയുടെ കുഞ്ഞങ്ങാണോ ഈ അലീന. ചേട്ടൻ എന്ത് പൊട്ടത്തിലാ പറയുന്നത്? അതിന് വൈജ പ്രസവിച്ചുടൻ തന്നെ ആ കുഞ്ഞ് മരിച്ചു പോയില്ലേ? അച്ഛനും അന്ന് കുഞ്ഞിനാമനെങ്കിലും ഒക്കെ പറഞ്ഞത് ഏട്ടൻ കേട്ടതല്ലേ? അന്ന് തന്നെ ആ കുഞ്ഞിനെ മറവും ചെയ്തല്ലോ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയായിരിക്കും. പക്ഷെ സ്നേഹനികേയത്തിൽ നിന്ന് ആ സ്ത്രീ വരിക, അച്ഛനെ വിളിച്ചോണ്ട് പോവുക, അച്ഛൻ തിരിച്ചു പോകുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുള്ളടാ. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എന്തോ ഇതിന് പിന്നിലുണ്ട്. നമുക്കത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറയാണ്. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. ബാലചന്ദ്രനും അലീനയും മനുവുമായി സംസാരിക്കുന്ന എന്തായാലും നമ്മൾ ഒളിഞ്ഞു കേൾക്കണം. ഇനി അവരുടെ പിന്നാലെ തന്നെ നമ്മൾ കാണണം എന്ന് പറയാണ്.
അങ്ങനെ ബാലചന്ദ്രനും അതുപോലെ തന്നെ അലീനയും മനുവും കൂടിയിട്ട് ആ ഒരു റൂമിനകത്ത് നിൽക്കുമായിരിക്കും കേട്ടോ. നമ്മുടെ വൈജ നല്ല മയക്കത്തിലുമാണ്. ഈ സമയത്ത് രാജീവനും ശിവനും കൂടിയിട്ട് ഡോറിന്റെ പിന്നിൽ ഇവർ പറഞ്ഞു കേൾക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് നിൽക്കുമായിരിക്കും. അലീന പറയുന്നുണ്ട്, ഇത്രയും കാലം എൻ്റെ അമ്മയുടെ അരികിൽ നിന്ന് ഇരിക്കാൻ ഞാൻ ഒരുപാട് കൊതിച്ചതാ. പക്ഷെ ദൈവം ഇങ്ങനൊരു അവസരത്തിലാണ് അത് സാധിപ്പിച്ചെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. എൻ്റെ അമ്മയുടെ നെറ്റിക്ക് ഞാൻ ഉമ്മ കൊടുത്തു. അമ്മയുടെ നെഞ്ചിൽ കുറച്ചു നേരം തലവെച്ച് കിടന്നു. അമ്മയുടെ കാൽക്കൽ വീണ് കുറേ ഞാൻ അനുഗ്രഹം വാങ്ങിക്കുകയും കുറേ ഞാൻ ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തു. ഇത്രയൊക്കെ ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. അത് മതി അച്ഛാ, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. ബാലേന്ദ്രൻ പറയാണ്, അങ്ങനെ നീ ഇവിടുന്ന് പോകുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഇവിടെ നീ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഞാനും ദാ ഈ കിടക്കുന്നവളും ആരും നിനക്ക് ഉണ്ടാവില്ല. നിനക്ക് സത്യങ്ങൾ അറിയണമല്ലോ നിന്റെ അച്ഛൻ ആരാണെന്ന് എന്ന് പറയുമ്പോൾ രാജീവനും ശിവനും മുഖത്തോടെ മുഖം നോക്കാണ്. അലീന പറയാണ്, വേണ്ടച്ച, ഒന്നും വേണ്ട. ഞാൻ കാരണം നിങ്ങളുടെ ജീവിതവും വഴിയാധാരാവണ്ട. അച്ഛൻ സത്യങ്ങളെല്ലാം അറിഞ്ഞെന്ന് എനിക്കറിയാലോ. അച്ഛനിനി അമ്മേനെ വെറുക്കരുത്. അമ്മയ്ക്ക് അന്ന് പറ്റിപ്പോയ ഒരബദ്ധമല്ലേ, അതിന്റെ പേരിൽ ദയവ് ചെയ്ത് അച്ഛൻ അമ്മയെ ശിക്ഷിക്കരുത്. എല്ലാവർക്കും അങ്ങനെ പറയാം. ഉടഞ്ഞു പോയത് എൻ്റെ ഹൃദയവാ. എൻ്റെ 3 മക്കളുടെ അമ്മയാ ഈ കിടക്കുന്നവള്. ഈ 10-22 വർഷം അവൾ എന്നെ ചതിക്കായിരുന്നില്ലേ? എൻ്റെ കൂടെ ജീവിച്ചുകൊണ്ട് അവൾ എന്നെ ചതിക്കായിരുന്നു. ഒരു തവണയെങ്കിലും അവൾക്ക് എന്നോട് സത്യങ്ങൾ തുറന്ന് പറയായിരുന്നല്ലോ എന്ന് പറയുമ്പം മനു പറയാണ്, അതൊക്കെ ശരിയാ. പക്ഷെ അലീന പറഞ്ഞതിലും ഒരു കാര്യമുണ്ടല്ലോ. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് സ്വന്തം ഭർത്താവിനോട് ഒരു പെണ്ണ് എങ്ങനെ പറയും? അതേ നിമിഷം തന്നെ ആ ഭർത്താവിന് അവളോടുള്ള വിശ്വാസവും സ്നേഹവും എല്ലാം നഷ്ടപ്പെടില്ലേ? തൻ്റെ ജീവിതം അങ്ങനെ ഒരു കുഴിലോട്ട് കൊണ്ടുപോകാൻ ഒരു സ്ത്രീയും ആഗ്രഹിക്കില്ല. അതുകൊണ്ടായിരിക്കും ആൻറ്റി ഒന്ന് തുറന്നു പറയാഞ്ഞത്. അങ്ങനെ ആൻറ്റിക്ക് പറയാൻ ഒക്കുമെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ അങ്കിളെ? ആരെങ്കിലും അങ്ങനെ പറയുമോ? ഇപ്പം അങ്കിളിന് അങ്ങനെ അബദ്ധം സംഭവിച്ചതെങ്കിൽ അങ്കിൾ പറയായിരുന്നോ എന്നൊക്കെ ചോദിക്കാണ്. രാജീവും ശിവനും ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. അലീന പറയുന്നുണ്ട്, അതെ, അച്ഛൻ്റെ കാല് വേണമെങ്കിലും ഞാൻ പിടിക്കാം. ദയവ് ചെയ്ത് അമ്മയോട് ക്ഷമിക്കണം. വേണ്ട, ഈ കാര്യത്തിൽ മാത്രം രണ്ടുപേരും എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല. നിങ്ങളെന്നല്ല, ദൈവം തമ്പൻ ഇറങ്ങെന്ന് പറഞ്ഞാൽ പോലും ഈ ബാലെന്ന് അനുസരിക്കില്ല. കാരണം അത്രമാത്രം മുറിവാ എൻ്റെ മനസ്സിനേറ്റത് ഈ കിടക്കുന്നവള് കാരണം. ഇവളെ 365 ദിവസമാണെങ്കിൽ 350 ദിവസവും എന്നോട് പിണക്കമായിരിക്കും, ദേഷ്യമായിരിക്കും, തല്ലും വഴക്കും ഒക്കെ ആയിരിക്കും. എൻ്റെ വീട്ടിനകത്ത് അങ്ങനെ സമാധാനമുണ്ടായ ദിവസങ്ങളേ ഇല്ല. എന്നിട്ട് പോലും ഞാൻ എല്ലാം ക്ഷമിച്ചു. ഇവളോട് എനിക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. എല്ലാം ക്ഷമിച്ച് സഹിച്ചും ഇവളുടെ കൂടെ ഞാൻ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനൊരു ചതി അവൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലാതു. അത് അറിഞ്ഞ പാടെയാണ് ഞാൻ തകർന്നു പോയത് എന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അച്ഛാ, കരയില്ലച്ചാ, സാരില്ല, ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാ. പക്ഷേ അമ്മേനെ ഇനിയും ശിക്ഷിക്കരുത്. അമ്മ ഇപ്പോൾ മരിച്ച് ജീവിച്ചു വന്നിരിക്കുകയാണ്. അമ്മേനെ ഇനിയും ചാകാൻ അനുവദിക്കില്ലച്ചാ എന്നൊക്കെ പറയുമ്പോൾ മതി മതി, ഞാൻ പോവാ പുറത്തേക്ക്, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ശിവനും രാജീവനും അവിടെ നിന്ന് ഓടി മാറുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിൽ പുറത്തേക്ക് പോയിട്ട് ഒരു മതിൽ ചാരുന്ന കരയായിരിക്കും. ഈ സമയത്ത് മനുവും അലീനയും കൂടെ അകത്ത് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അച്ഛൻ്റെ മനസ്സ് മാറ്റണം മനുവേട്ടാ, അല്ലാതെ പറ്റില്ല. അമ്മയോട് ഇനിയും ഇമ്മാതിരി പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ അമ്മ ആകപ്പാടെ തകർന്നു പോവും. എന്തൊക്കെയാണെങ്കിലും എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയല്ലേ എന്നൊക്കെ പറയാണ്. ഇതെല്ലാം രാജീവനും ശിവനും കൂടി കേൾക്കാം കേട്ടോ. എന്നിട്ട് അവർ മാറിപ്പോയി നിന്നിട്ട് ശിവൻ പറയാണ്, കണ്ടോ, എൻ്റെ സംശയം ശരിയായില്ലേ? ആ അലീന നമ്മുടെ വൈജയുടെ മകളാണോ? അപ്പൊ പിന്നെ വൈജയുടെ കുഞ്ഞ് മരിച്ചു പോയെന്ന് അച്ഛൻ പറഞ്ഞതോ? അപ്പം രാജീവൻ പറയാണ്, അതാ എനിക്ക് സംശയം. ഞാൻ പറഞ്ഞില്ലേ, ആഗ്രയിലെ കാര്യങ്ങളെല്ലാം അവൻ അറിഞ്ഞെന്ന്. ആഗ്രയിൽ വെച്ചുണ്ടായ അവളുടെ മകളാണ്, വൈദ്യയുടെ മോളാണ് അലീന എന്നുള്ള കാര്യവും അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറയാണ്. അപ്പോ ഇതൊക്കെ സത്യമായിരിക്കോ? അവള് തന്നെ ആയിരിക്കോ ശരിക്കും വൈദ്യയുടെ മകൾ? അതോ അവള് കള്ളം പറഞ്ഞ് ഇവിടെ ഒന്ന് കയറിയതായിരിക്കോ എന്ന് ചോദിക്കാണ്. അതും ചേട്ടൻ പറഞ്ഞത് ശരിയാ. കാരണം ഇങ്ങനെ കുറേ അവളുമാർ ഇറങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരുടെ പഴയ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. എന്നിട്ട് അവരുടെ മകളാണെന്നോ കൊച്ചുമോളാണെന്നോ ഒക്കെ പറഞ്ഞ് അവരിങ്ങനെ കയറി വരും സ്വത്തടിച്ച് മാറ്റാനായിട്ട്. ഇനി ഇവളും അത്തരക്കാരിയാണെന്ന് പറയാൻ സാധിക്കില്ല. എങ്ങനെയെങ്കിലും നമുക്കൊരു DNA ടെസ്റ്റിന് ഒപ്പിക്കായിരുന്നു. അതെന്താ, ഈ ഹോസ്പിറ്റലിൽ എനിക്കറിയാവുന്നൊരു ഡോക്ടറുണ്ട്. അയാൾക്ക് കുറച്ച് കമ്മീഷൻ കൊടുത്താലേ അയാൾ എല്ലാം സെറ്റാക്കി തരും. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു DNA ടെസ്റ്റ് അങ്ങ് എടുപ്പിക്കാം. അതിന് അവളുടെ എന്തെങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരുമല്ലോ. അവളുടെ മുടിയോ എന്തെങ്കിലും ഒരു മുടിനാരെങ്കിലും മതിയല്ലോ. അതുകൊണ്ട് ഒപ്പിക്കാം. അല്ല, അവളുടെ ബ്ലഡ് എടുത്തതല്ലേ, ആ സാമ്പിൾസിലുണ്ടോ എന്ന് ആ ഡോക്ടറോടൊന്ന് ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജീവനും ശിവനും കൂടിയിട്ട് ആ പറഞ്ഞ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്,
അന്ന് അലീന നൽകിയ ആ ബ്ലഡിന്റെ സാമ്പിൾ ഉണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ എൻ്റെ പെങ്ങൾ വൈദ്യയുടെ ബ്ലഡ് സാമ്പിളും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അവരുടെ DNA തമ്മിൽ മാച്ച് ചെയ്ത് നോക്കണം എന്ന് പറയാണ്. ഡോക്ടർ പറയുന്നുണ്ട് സാമ്പിളൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ മാച്ച് ചെയ്ത് നോക്കാം. എന്താ ശിവ, എന്താ കാര്യം? അതൊക്കെയുണ്ട്, പിന്നെ ഈ രഹസ്യം നമ്മൾ മൂന്ന് മാത്രം അറിഞ്ഞാൽ മതി, ഈ ലോകത്ത് മറ്റാരും അറിയാൻ പാടില്ല. അതിന്റെ ഒരു പ്രതിഫലം ഡോക്ടർക്ക് കിട്ടിയിരിക്കും. അത് മതി, എനിക്ക് പണം കിട്ടിയാൽ മതി, ഞാൻ എന്തും ചെയ്തു തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരോടെ പോയി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇല്ലീഗലായിട്ടാണല്ലോ ഈ പ്രവൃത്തി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ആ ഡോക്ടറുകൾ രഹസ്യമായിട്ട് അതൊക്കെ ചെയ്യാണ്. അങ്ങനെ അലീനയും മനുവും ബാലേന്ദ്രനൊക്കെ മാറി മാറി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വൈജേന്ദ്ര കാര്യത്തിൽ യാതൊരു പ്രോഗ്രസ്സും ഇല്ല, അതേപടി തന്നെ കിടക്കാണ്. ഇങ്ങാണെങ്കിലോ കൃഷ്ണമോളും ബബിതയൊക്കെ ഭയങ്കര സങ്കടത്താണ് കേട്ടോ. പക്ഷെ നമ്മുടെ രോഹിത് ആണെങ്കിലോ മുറിയിൽ കയറി വെള്ളോടിയും പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അച്ഛനൊന്നും ഇല്ലല്ലോ, ആ ഒരു അവസരം അവൻ മുതലാക്കുന്നുണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ ആപ്പാടെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ മുത്തശ്ശിയും അതുപോലെ കമലയും എല്ലാവരും ആകപ്പാടെ ബുദ്ധിമുട്ടിലാണ്. കമലയ്ക്ക് ബുദ്ധിമുട്ട് വേറൊന്നുമല്ല, അവൾ അത്രയും കഷ്ടപ്പെട്ട് അടിച്ചിറക്കി വിട്ടിട്ടും അവൾ നേരെ ബാലേന്ദ്രൻ അടുത്ത് തന്നെ പോയല്ലോ. ഇനിയിപ്പോൾ ബാലേന്ദ്രൻ വരുമ്പം നല്ല പുകിലായിരിക്കുമല്ലോ, അതോർത്താണ് കമലയ്ക്ക് ബുദ്ധിമുട്ട്. മുത്തശ്ശിയാണെങ്കിൽ വൈജി എങ്ങനെയും തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് ഈശ്വരമാരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം സമയമാകുന്നു കേട്ടോ. അലീനയോട് ബാലേന്ദ്രൻ പറയാണ്, നിന്നോട് വീട്ടിൽ പോക്കാളെ പറഞ്ഞുണ്ടായിരുന്നു, പക്ഷെ എന്തു ചെയ്യാനാ, അവിടെ ചെന്നാലേ ഓരോ കാട്ടാളന്മാര് നിന്നെ കൊത്തിപ്പറിച്ച് കൊണ്ടാൻ വേണ്ടി കാത്തിരിക്കുക. ഞാനോ മനു ഇല്ലാതെ നീ പോകണ്ട. മനു, നീ ഒരു കാര്യം ചെയ്, ഇവളെയും കൂട്ടി നീ നേരെ നെടുമ്പരേക്കിലേക്ക് പൊക്കോ. നീ ഉണ്ടെങ്കിലേ ആരും ഒന്നും ചെയ്യില്ല, അവക്കൊരു സേഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. മാത്രമല്ല പിള്ളേർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് പറയുമ്പം മനു പറയാണ്, അത് അങ്കിളെ വൈജി ആൻറ്റിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അലീനയുടെ വേണ്ടേ? അലീന പറയാണ്, അതേ അച്ഛാ, ഞാനിവിടെ വേണം, ഞാൻ എന്തായാലും ഇവിടുന്ന് പോകുന്നില്ല. അത് വേണ്ട മോളെ, ഇവിടെ നഴ്സുമാരൊക്കെ ഉണ്ടല്ലോ അവരുടെ ആവശ്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, പിന്നെ മോളൊന്ന് വീട്ടിൽ പോകുന്നത് നല്ലതാ. അവർക്ക് മോൾക്കാണെങ്കിലും ഒരു റിലീഫ് കിട്ടും. പിന്നെ രോഹിത്തിന്റെ കാര്യം മനു നീ നോക്കണം, ഞാനില്ലാത്തതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും തെരട് ഒപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല പെൺകുട്ടികളും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, രോഹിത്തിനെ ഏൽപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, മോൻ അങ്ങോട്ട് പോകണമെന്ന് പറയാണ്. അങ്ങനെ അലീനയും മനുവും കൂടിയിട്ട് രണ്ടുപേരും വണ്ടിയിൽ കയറിയിട്ട് നെടുമ്പരത്തിലേക്കും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും പോവാണ്. ബാലേന്ദ്രനാണെങ്കിലോ വൈദ്യരുടെ ആ റൂമിന്റെ വാതിൽക്കൽ തന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഡോക്ടർ ശിവനെയും അതുപോലെ തന്നെ അയാൾ രാജീവനെ വിളിച്ചു വരുത്താണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഡോക്ടർ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ പറയാണ്, അല്ല ഈ പെൺകുട്ടിയും ഈ നിങ്ങളുടെ പെങ്ങളുമായിട്ട് എന്താ ബന്ധം? അത് പിന്നെ അതറിയാനാണ് സാർ ഞങ്ങൾ ബ്ലഡ് തന്നത്. എന്താ റിസൾട്ട്? അത് പിന്നെ റിസൾട്ട് മാച്ചാണ്. പറഞ്ഞു വരുമ്പം ഈ കുട്ടിയുടെ മകളല്ലേ ഈ അലീന എന്ന് പറഞ്ഞ കുട്ടി. ഇവർ രണ്ടുപേരും അത് കേട്ട് ഞെട്ടിപ്പോവാണ്. എന്താ ഡോക്ടറെ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പം അതാ എനിക്ക് മനസ്സിലാവാത്തത്, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഏറെക്കുറെ എനിക്കറിയാം, ഇന്ന് വരെ ഇങ്ങനൊരു സംഭവമുള്ളതായിട്ട് എനിക്കറിയില്ലല്ലോ. പിന്നെ ഈ അലീന ഇപ്പൊ എവിടുന്ന് പൊട്ടിമുളച്ച് വന്നു? റിസൾട്ടില് അലീന വൈജയന്തിന്റെ മകളാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. 100% മാച്ചിങ്ങുമാണ് എന്ന് പറഞ്ഞ് റിസൾട്ട് കാണിക്കുകയാണ്. ഈ റിസൾട്ട് കണ്ട് രണ്ടുപേരും അന്തിച്ചു പോകുന്നുണ്ട്. ഡോക്ടറോട് ഇവര് പറയുന്നുണ്ട്, അത് പിന്നെ ഡോക്ടറെ അതങ്ങനെ യാതൊരു ചാൻസും ഇല്ല, മകളൊന്നും ഇല്ല, ഞങ്ങളുടെ ഒരു കസിൻ കുട്ടിയാണ്, വൈജയുടെ നല്ല സാമീപ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നോക്കിയെന്നേ ഉള്ളൂ. എന്താണോ ശിവ ഇത്, ഞാനൊരു ഡോക്ടറല്ലേ, ആ റിസൾട്ട് തന്നെ പറയുന്നുണ്ട് അത് വൈജ പ്രസവിച്ച കുട്ടിയാണെന്ന്, പിന്നെ എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? അപ്പൊ ഇവര് മിണ്ടാതിരിക്കുകയാണ്. എനിക്കെന്തായാലും വർഷങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ അറിയാം, ഇങ്ങനൊരു സംഭവം ഞാൻ പണ്ട് കേട്ടുന്നതാ. അപ്പോ ആ കുട്ടി മരിച്ചില്ലായിരുന്നല്ലേ? ഇപ്പൊ ഇവർ ഞെട്ടിലോട് ചോദിക്കാണ്, ഡോക്ടർക്ക് അറിയോ? പിന്നെ എനിക്കറിയില്ലേടോ, അന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ വെച്ചല്ലേ ആ പ്രസവമൊക്കെ നടന്നത്. അത് അന്ന് ഞാനല്ലായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്, എൻ്റെ ഒരു സഹോദരൻ തന്നെയായിരുന്നു. അയാൾ പറഞ്ഞു കുഞ്ഞ് മരിച്ചു പോയെന്ന് ഇവരോട് പറയാനായിട്ട്. അന്ന് കുറെ ക്യാഷും അയാൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അച്ഛനെ ആ കുട്ടിയെ അങ്ങോട്ട് പോവുകയും ചെയ്തു. മരിച്ചൊരു കുഞ്ഞിന്റെ ബോഡിയാ നിങ്ങളുടെ പെങ്ങളെ കാണിച്ചത്. ആ സംഭവമൊക്കെ ഞാനും അറിഞ്ഞിരുന്നു. നിങ്ങളുടെ അച്ഛനും അന്ന് എന്നോട് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതാ. പിന്നെ അതൊക്കെ വർഷങ്ങൾ കടന്നു പോയില്ലേ. അദ്ദേഹത്തോട് ഞാൻ ആരോടും പറയില്ലെന്ന് വാക്കും പറഞ്ഞിരുന്നതാ. ആ വാക്ക് ഞാൻ ഇന്ന് വരെ പാലിച്ചു. പിന്നെ നിങ്ങൾ അറിയേണ്ടവരാണല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് പറഞ്ഞതാ. അതേ വാക്ക് ഞങ്ങൾക്ക് തരണം. ജീവിതത്തിൽ ഒരിക്കലും ഇതാരും അറിയാൻ പാടില്ല എന്ന് പറയുമ്പം
അതൊക്കെ ശരി, ഞാൻ ആരോടും പറയില്ല. പക്ഷെ അന്നത്തെ പോലല്ല. ഇന്ന് ഞാനിപ്പം എനിക്ക് ബെനിഫിറ്റുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. എത്ര വേണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ മതി, എത്രയാണേലും ഞങ്ങൾ തന്നിരിക്കും. പക്ഷെ ഈ കാര്യം പുറത്ത് ഒരു ഈച്ച പോലും അറിയരുത് എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ സമ്മതിച്ചു എന്ന് പറയാണ്. ശിവനും രാജീവനും അയാൾക്കുള്ളത് സെറ്റിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാള് ഈ റിസൾട്ട് കൊണ്ട് പുറത്തിറങ്ങാണ്. അപ്പോൾ ശിവൻ ചോദിക്കാണ്, അപ്പോൾ അന്ന് നമ്മുടെ വൈദ്യന മകള് മരിച്ചിട്ടില്ലായിരുന്നല്ലേ? അച്ഛനങ്ങനെ കള്ളം പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ട് സ്നേഹനികേതത്തിലാക്കിയതാ. അതാണ് മരിക്കാറായപ്പം ആ സ്ത്രീ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയതും അലീനനെ അച്ഛൻ പോയി കൂട്ടിക്കൊണ്ട് വന്നതും. അപ്പോൾ എൻ്റെ ബലമായ സംശയം ബാലേന്ദ്രൻ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞു കാണുമോ? അതുകൊണ്ടായിരിക്കുമോ അവനായ അവളെ സ്വീകരിച്ചത് എന്ന് പറയുമ്പം ശിവൻ പറയാണ്, അതെ, എനിക്കും ആ സംശയം തന്നെയാണ്. അവൾ പ്രസവിച്ച കുട്ടിയാണെന്ന് അവൻ അറിഞ്ഞു കാണും. അതാ അവളോട് ഇത്ര ദേഷ്യം ഇവളെ അടക്കി പിടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അലിയോട് ചെയ്തതൊക്കെ തെറ്റായി പോയില്ലേ ഏട്ടാ? അത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വൈദ്യയുടെ മകളല്ലേ അത്. നമ്മൾ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും വൈദ്യ കണ്ണുറക്കട്ടെ. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വൈദ്യയോട് പറയണ്ടേ? അത് വേണം ഏട്ടാ. അങ്ങനെയെങ്ങാനും വൈദ്യ അറിഞ്ഞാല് അവളുടെ കുടുംബജീവിതം നശിക്കും. വേണമെങ്കിൽ അവൾ ആത്മഹത്യ പോലും ചെയ്യും. അവളുടെ കുഞ്ഞ് മരിച്ചു പോയെന്നും പറഞ്ഞല്ലേ അവൾ രണ്ടാമതൊരു വിവാഹത്തിന് തയ്യാറായത്. ബാലേന്ദ്രനെ ഇത്ര നാളും ചതിച്ചതും അതിന്റെ പേരില. ഇങ്ങനൊരു കുഞ്ഞുങ്ങൾ കൊണ്ടെന്നറിഞ്ഞെങ്കിലേ അവൾ ഒരിക്കലും വിവാഹം കഴിക്കില്ലായിരുന്നു. ആ കുഞ്ഞിനു വേണ്ടി ജീവിച്ചേനെ. ഇതിപ്പോ ഒന്നും ഏത്ത അവസ്ഥയിലല്ലേ. നമ്മൾ ഈ കാര്യം കാണാൻ പറഞ്ഞാലേ അവൾക്കത് വല്ലാത്ത ഷോക്കായി പോവും. അതുകൊണ്ട് ഈ രഹസ്യം നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കട്ടെ, നമുക്ക് ആരോടും പറയണ്ട എന്നും പറഞ്ഞ് രണ്ടുപേരും ഈ റിസൾട്ട് അവരുടെ കയ്യിൽ തന്നെ വെക്കാണ്. അതോടുകൂടി നമ്മുടെ അലീനോടുള്ള അവരുടെ ദേഷ്യവും വാശിയും വൈരാഗ്യവും എല്ലാം മാറി അവരുടെ സ്നേഹമൊക്കെ ആവുന്നുണ്ട്. കാരണം അലീന തന്റെ സ്വന്തം പെങ്ങളുടെ ചോരയാണല്ലോ, തങ്ങളുടെ ചോരയാണല്ലോ. അതോർക്കുമ്പോൾ രണ്ടുപേർക്കും ഇത്രയും ദിവസം അവളുടെ ചെയ്തുകൊണ്ടൊക്കെ ഭയങ്കരമായ സങ്കടം വരുന്നുണ്ട്. അവളോട് ഒളിഞ്ഞും മറിഞ്ഞും എങ്ങനെയെങ്കിലുമൊക്കെ അവളെ സ്നേഹിക്കണമെന്ന് ഇവരും തീരുമാനിക്കുകയാണ്. ഇതുപോലെ സ്റ്റോറീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.